ഹായ്, ഞാൻ നവാസ്. നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ മെറ്റയിൽ ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആഡിൽ ഫോം ഫില്ല് ചെയ്യുന്ന കസ്റ്റമർ ഡാറ്റയിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മൾ റിപ്ലൈ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, നമ്മൾ മെറ്റയിൽ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഡാറ്റനെ നമ്മൾ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വാട്സപ്പായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇമെയിലായിട്ട് കണക്ട് ചെയ്തിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കണം. ഒന്ന് ഇൻപുട്ടും ഒന്ന് ഔട്ട്പുട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ ഇൻപുട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ നമ്മൾ ഇവിടെ ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആപ്പ് സ്റ്റോർ എടുക്കാം. ആപ്പ് സ്റ്റോറിലാണ് നമ്മൾ പേജായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നൊമാറ്റോയിൽ നിന്നുള്ള നമ്മൾ പേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഫോം മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോം മാപ്പിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വ്യൂ ഓൾ ഫോംസ് കൊടുക്കുക. ഓക്കെ, വ്യൂ ഓൾ ഫോംസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് എല്ലാ ഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഫോം ക്രിയേറ്റ് ചെയ്തതിനെ നമുക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എന്ത് ചെയ്യണം, ഈ ഫോമിനെ നമ്മൾ മാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഗ്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോമിനെ നമ്മൾ മാപ്പ് ചെയ്യണം. അപ്പോൾ മാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചോദിക്കും. ഓക്കെ, നമ്മൾ കാറ്റഗറി, അതുപോലെ തന്നെ സിറ്റി, പേര്, കാര്യങ്ങൾ നമ്മുടെ ഫോമിൽ എന്തൊക്കെയാണ് ഉള്ളത് നമ്മളിവിടെ ചോദിക്കും. ഈ ചോദിക്കുന്നത് എന്ത് ചെയ്യും, നമ്മളെ സോഫ്റ്റ്വെയറിൽ തന്നെ ഇതിൻ്റെ ഒരു ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പേരാണെങ്കിൽ പേരിനോടനുബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ ഫുൾ നെയിം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുത്തെ ഈ ഫസ്റ്റ് നെയിം ആയിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇമെയിൽ ആണെങ്കിൽ നമ്മൾ ഇതിലൊരു ഇമെയിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഇമെയിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഫീൽഡ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി കസ്റ്റമർ ഫില്ല് ചെയ്യുന്ന ആ ഫോമിനെ നമ്മൾ മാപ്പ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഈ ഫോമിൽ ആരാണോ ഫില്ല് ചെയ്യുന്നത് ആ ഫില്ല് ചെയ്യുന്ന ആൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലീഡ് ഓട്ടോമേഷൻ ക്ലിക്ക് ചെയ്യുക. ലീഡ് ഓട്ടോമേഷനിൽ വർക്ക് ഫ്ലോ, ഈ ഒരു ഓപ്ഷൻ വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു പുതിയൊരു വർക്ക് ഫ്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനിവിടെ വർക്ക് ഫ്ലോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, പുതിയൊരെണ്ണം നമുക്ക് ട്രിഗർ ചെയ്യാം. ഈ ന്യൂ ഫോം ഉണ്ട്, ആ ന്യൂ ഫോമിനെ നമുക്ക് ട്രിഗർ ചെയ്യാം. ഇവിടെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഫോംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഫോം നമ്മൾ ചോദിക്കും. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് ഫോം ഉണ്ട്. ഒന്ന് നമുക്ക് തന്നെ ഫോം ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മെറ്റാ ഫോം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് മെറ്റാ ഫോമിനെ നമുക്ക് സെലക്ട് ചെയ്യാം. മെറ്റാ ഫോമിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ആ ഫേസ്ബുക്ക് പേജിൽ ക്രിയേറ്റ് ചെയ്തുള്ള ഫോമുകൾ നമുക്ക് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഫോമാണെന്ന് നമുക്ക് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫോം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് കൺഫേം പറഞ്ഞു. ഓക്കെ, ഈ ഫോമിനെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു പ്ലസ് ബട്ടൺ. അപ്പോൾ ഇതെന്താണ്, നമ്മളിപ്പോൾ ഓൾറെഡി ട്രിഗർ ചെയ്തു. ഇനി എന്തൊക്കെയാണോ ആക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടുന്ന് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് ഇനി അവർക്ക് എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ആ ഫോമിൽ ക്ലിക്ക് ചെയ്ത ആൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടാബിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിൽ അയക്കാം, അവർക്ക് വാട്സപ്പ് അയക്കാം, പിന്നെ SMS അയക്കാം. ഈ ഉള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പറേഷനിലാണ് നമുക്ക് CRM ആഡ് ചെയ്യാം, നമുക്ക് സ്റ്റാഫിനെ അസൈൻ ചെയ്യാം, പിന്നെ എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം, നമുക്ക് കമ്മ്യൂണിറ്റി ആക്സസ് കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ മെറ്റയിൽ ഇപ്പോൾ എത്ര 1000 ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചാലും അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കാനും അവരൊക്കെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും അവരൊക്കെ നമുക്ക് CRM ആഡ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ഫ്ലോ കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ യെസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. താങ്ക് യു.